മുട്ടയടിക്കാൻ പോവാ വേണ്ട ഈ മുടി മുട്ടയടിക്കാൻ പോവാ കേട്ടാ. യാമിക്കുഞ്ഞിൻ്റെ തല മുട്ട അടിക്കുന്നതിന് മുമ്പ് നമ്മൾ ഇവിടെ അടുത്ത് തന്നെ ഒരു സ്ഥലത്ത് വരും. അപ്പോൾ അവിടെ വന്നിട്ട് നമ്മൾ അവരൊരു പേപ്പർ തരും. അതിനകത്ത് നമ്മൾ കുഞ്ഞിൻ്റെ നാളും കുഞ്ഞിൻ്റെ പേരും നമ്മൾ എഴുതി കൊടുക്കും. എന്നിട്ട് നമ്മൾ തല മുണ്ടനം ചെയ്യുന്ന സ്ഥലത്ത് വരും. ഞാനപ്പോൾ യാമിക്കുഞ്ഞിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നിൻ്റെ തല മുട്ട അടിക്കാൻ പോവുക. അത് കുഞ്ഞ് നല്ല ഹാപ്പിയാണ്. നമുക്കറിയാം എന്താ ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നതെന്ന്. ഇതവിടുത്തെ ഒരു ബോർഡാണ്. ക്യാഷ് കൊടുക്കാതെ തന്നെ നമുക്ക് തല മുട്ട അടിക്കാമെന്ന്. ഹസ്ബൻഡ് ക്യൂ നിൽക്കുകയാണ്. ഇവരിവിടെ ഒരു ചെറിയൊരു സ്കാൻ പോലെ ചെയ്യും. അപ്പം കുഞ്ഞിൻ്റെ ഒരു ഫോട്ടോ എടുക്കും. എന്നിട്ട് ആ ഒരു റെസിപ്റ്റ് നമ്മുടെ കയ്യിൽ തരും. അത് കളക്ട് ചെയ്യാൻ വേണ്ടി ഹസ്ബൻഡ് നിൽക്കുകയാണ്. അത് നമുക്ക് കിട്ടി. എന്നിട്ട് നമ്മൾ അതുമായിട്ട് അതിനകത്ത് ഞങ്ങളുടെ 3 പേരുടെ ഫോട്ടോ ഉണ്ട് കേട്ടോ. ഞങ്ങൾക്കത് കണ്ടിട്ട് ചിരി വന്നു. ഓക്കെ. എന്നിട്ട് നമ്മൾ ഇവിടെ കണ്ടോ കുറേ മൊട്ടാസ് അതുവഴി നടപ്പുണ്ട്. നമ്മൾ ഇങ്ങനെ ഒരാളുടെ എന്നിട്ട് അവിടെ ഇരിക്കുന്ന ഒരാൾ ഇത് ചെയ്യുന്ന ഒരാളുടെ അടുത്തോട്ട് നമ്മൾ ചെല്ലും. എന്നിട്ട് ഈ ഒരു റെസിപ്റ്റ് നമ്മൾ ആ പുള്ളിയുടെ കയ്യിൽ നമ്മൾ കൊടുക്കും. അപ്പോൾ ആ പുള്ളി നമ്മളോട് പറയുന്നുണ്ട് ഇവിടെ ഇരുന്നിട്ട് ചെയ്യാൻ. അപ്പോൾ ഹസ്ബൻഡ് കുഞ്ഞുമായിട്ട് ഇരിക്കുകയാണ്. കുഞ്ഞാപ്പി ഇത് നോക്കുകയാണ് ഇത് എന്തുവാന്ന്. പുള്ളി കുഞ്ഞാപ്പി ഒന്ന് കൊഞ്ചിക്കുന്നുണ്ട്. പുള്ളിക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. പുള്ളി ഇങ്ങനെയാണ് എല്ലാ കുട്ടികളെയും അവരാദ്യം ഒന്ന് കൊച്ചു കുഞ്ഞുങ്ങളല്ലേ, അപ്പോൾ അവർക്ക് വാശിയൊക്കെ കാണുമല്ലോ. അപ്പോൾ അവരൊന്ന് ജസ്റ്റ് ഇതുപോലൊക്കെ ഒന്ന് കളിപ്പിക്കും. അത് കഴിഞ്ഞതിന് ശേഷം അവർ നമുക്കൊരു ബ്ലേഡ്, അതായത് നമുക്കിവിടെ ചെല്ലുമ്പോൾ ഒരു ഫ്രഷ് ബ്ലേഡ് തന്നെയാണ് തരുന്നത്. ആ ബ്ലേഡ് അതിനകത്ത് ഇട്ടു. അതിനുശേഷം ഇവർ ഈ വെള്ളം യൂസ് ചെയ്തിട്ട് മിനറൽ വാട്ടറാണ്, അപ്പോൾ ഈ വെള്ളം യൂസ് ചെയ്തിട്ട് കുഞ്ഞിൻ്റെ തലയിൽ ഇങ്ങനെ ജസ്റ്റ് മസാജ് ചെയ്യും. ശരിക്കും ഇങ്ങനെ മസാജ് ചെയ്യുമ്പം പനി വരാൻ ചാൻസ് ഉണ്ട് കുഞ്ഞുങ്ങൾക്ക്. പക്ഷേ യാമിക്കുഞ്ഞിന് അങ്ങനെ പനിയൊന്നും വന്നില്ല. അവരൊന്ന് ഒരു ചെറിയ നനവ് പോലെ ഇങ്ങനെ കൊടുക്കുന്നതാണ്. ആ പുള്ളി നന്നായിട്ട് കുഞ്ഞിൻ്റെ തല ഇങ്ങനെ വെള്ളം വെച്ചിട്ട് മസാജ് ചെയ്യുന്നുണ്ട്. പക്ഷെ ആ ഒരു സമയത്തൊന്നും യാമിക്കുഞ്ഞിനങ്ങനെ വലിയ കരച്ചിലോ അല്ലെങ്കിൽ ഒരു പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇനി അങ്ങോട്ട് കുഞ്ഞിൻ്റെ തലമുടി എടുക്കാൻ തുടങ്ങുമ്പോൾ കുഞ്ഞ് നല്ല വാശിയിലായിരിക്കും. അപ്പോൾ കാണാം നമുക്ക് കുഞ്ഞ് നന്നായിട്ട് വാശി പിടിക്കും. കുഞ്ഞ് ചെറിയ ചിരിയൊക്കെ ചിരിക്കുന്നുണ്ട്. അവൾക്കറിയില്ല എന്തുവാ നടക്കാൻ പോകുന്നതെന്ന്. അപ്പോൾ പുള്ളി ഇങ്ങനെയൊക്കെ ഒന്ന് തൊഴുതിട്ട് പുള്ളി കണ്ട അവൾക്ക് മനസ്സിലായി. അവൾ അപ്പോഴേ കരയാൻ തുടങ്ങി. അവൾക്ക് കാര്യം മനസ്സിലായി തുടങ്ങി. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അവളുടെ മുടിയെടുക്കാൻ. പക്ഷെ പുള്ളി നല്ല എക്സ്പേർട്ടായിരുന്നു. പുള്ളി ഓരോ സൈഡും പതുക്കെ എടുത്ത് ആണ്, അതായത് കുഞ്ഞിനൊരു മുറിവ് പോലും ഉണ്ടായില്ല. അപ്പോൾ അവിടെ വേറെ കുഞ്ഞുങ്ങളുടെ ഇതുപോലെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ചില കുഞ്ഞുങ്ങളുടെയൊക്കെ തല ഇടയ്ക്ക് ഇങ്ങനെ ചെറുതായിട്ട് മുറിഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്കത് കാണുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ യാമിക്കുഞ്ഞിന് അങ്ങനെയൊന്നും സംഭവിച്ചില്ല. പുള്ളിയെ വളരെ ശ്രദ്ധിച്ച് പതുക്കെ അവൾ നന്നായിട്ട് തല വെട്ടിക്കുന്നുണ്ട്. ഇതാണ് യാമിക്കുഞ്ഞിൻ്റെ മുടി എടുത്തിട്ടുള്ള ഒരു വ്യൂ. ഇതാണ് അതിന് മുമ്പ് യാമിയുടെ മുടി എടുക്കുന്നതിന് മുമ്പുള്ള വ്യൂ. അത് കഴിഞ്ഞുള്ള വ്യൂ ആണിത്. എനിക്ക് പക്ഷേ ഒന്നുകൂടി ഇഷ്ടപ്പെട്ടത് യാമിക്കുഞ്ഞിൻ്റെ മുടി എടുത്തതിന് ശേഷമാണ്. മൊട്ടക്കുട്ടി ഞങ്ങൾ അവിടെ താഴെ വെച്ചിട്ടെടുത്ത ഒരു ഫോട്ടോ ആണ് അമ്പലത്തിൽ കയറുന്നതിന് മുമ്പ്. എന്നിട്ട് യാമിക്കുഞ്ഞിനെയും കൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടെ കുഞ്ഞിനെയും കൊണ്ട് മുകളിലോട്ട് കയറുകയാണ്. മുകളിൽ ഞങ്ങൾ പടിയൊക്കെ കയറി ഇങ്ങനെ മുകളിൽ കാണാൻ പോവുകയാണ്, ഭഗവാനെ കാണാൻ പോവുകയാണ്. യാമിക്കുഞ്ഞ് നല്ല ഉത്സാഹത്തിലായിരുന്നു പോകാൻ. ഞങ്ങളും അതുപോലെ തന്നെ പടി കയറുകയാണ്. നല്ല പടി ഒരുപാടുണ്ടല്ലോ. ഞങ്ങൾക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. പക്ഷേ യാമിക്കുഞ്ഞിന് ഒരു ക്ഷീണവും ഇല്ലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡൊക്കെ വന്ന് കഴിച്ചു. ഞങ്ങൾ മസാല ദോശയാണ് കഴിച്ചത്. ഇതൊക്കെ അവിടുത്തെ കാഴ്ചകളാണ്. ഇത് ഞങ്ങൾ പിന്നെ അതിന് ശേഷം ഞങ്ങൾ ട്രെയിൻ കയറി തിരിച്ച് വന്ന് ഹാപ്പിയായിരുന്നു. അടിപൊളി